കരം പിടിച്ച് സന്ദീപ് വാര്യർ കോൺഗ്രസിലെത്തി. ഇനി നല്ല പാർട്ടി പ്രവർത്തകനായി സ്നേഹത്തിന്റെ കടയിൽ നിന്ന് മെമ്പർഷിപ്പും വാങ്ങി നല്ല കോൺഗ്രസുകാരനായി പ്രവർത്തിക്കുമെന്നാണ് സന്ദീപ് വാര്യർ പറഞ്ഞു വെക്കുന്നത്. സന്ദീപ് വാര്യർ വളരെ നല്ല മനുഷ്യനാണ്, അയാളോട് ആർക്കും ഇഷ്ടക്കേടില്ല എന്ന് ആദ്യം പറഞ്ഞത് CPM നേതാക്കളാണ്. ആ CPM നേതാക്കളെ ഞെട്ടിച്ചുകൊണ്ടാണ് കോൺഗ്രസിന്റെ ഓപ്പറേഷൻ സന്ദീപ് വിജയകരമായി പൂർത്തിയാക്കിയത്. സന്ദീപ് വാര്യറും BJPയും തമ്മിലുള്ള പടലപ്പിണക്കം ഈ അടുത്തൊന്നും തുടങ്ങിയതല്ല, കുറേ കാലമായി നിലനിൽക്കുന്നുണ്ട്. അന്നു മുതൽ തന്നെ അദ്ദേഹത്തെ പാർട്ടിയിൽ കൊണ്ടുവരാൻ CPM നീക്കം തുടങ്ങിയിരുന്നു. പക്ഷേ എങ്ങും എത്താതായതോടെ പരസ്യമായ ക്ഷണമായി. ആ ക്ഷണമൊക്കെ നിരസിച്ചാണ് ഇപ്പോൾ സന്ദീപ് വാര്യർ കോൺഗ്രസിലെത്തിയിരിക്കുന്നത്. സാധാരണഗതിയിൽ കലഹവും പ്രശ്നവും ബഹളവും ഒക്കെയായി പോകുന്ന കോൺഗ്രസിന് പക്ഷേ ഇതൊരു ലോട്ടറി തന്നെയാണ്. കാരണം ഒരു പ്രശ്നവും കൂടാതെ ഇലക്ഷൻ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന സമയത്ത് പാലക്കാട് നിന്നൊരു ക്യാച്ച്. കോൺഗ്രസിന്റെ ഈ ഓപ്പറേഷൻ സന്ദീപിൽ പെട്ടുപോയത് CPM ആണ്. മറ്റു പാർട്ടികളിൽ നിന്ന് കലഹിച്ചെത്തുന്നവർക്ക് എല്ലാ സ്ഥാനമാനങ്ങളും നൽകി സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന CPMന് ഇതൊരു കനത്ത പ്രഹരമാണ്. BJPയും സന്ദീപ് വാര്യരും തമ്മിലുള്ള പ്രശ്നം അറിഞ്ഞതു മുതൽ തന്നെ CPM നേതാക്കൾ സന്ദീപ് വാര്യരെ പാളയത്തിലെത്തിക്കാൻ വലിയ ശ്രമങ്ങൾ നടത്തിയിരുന്നു. മാത്രവുമല്ല പരസ്യമായ ക്ഷണം പോലും ഉണ്ടായി. സന്ദീപ് വാര്യർ നല്ല ചെറുപ്പക്കാരനാണ്, അദ്ദേഹത്തോട് ആർക്കും വെറുപ്പില്ല എന്നൊക്കെ മുതിർന്ന CPM നേതാവ് AK ബാലൻ തന്നെ പറഞ്ഞു വച്ചതും നമ്മുടെ ഓർമ്മകളിലുണ്ട്. ഭരണത്തിലിരിക്കുന്ന ഒരു പാർട്ടിയുടെ ക്ഷണം നിരാകരിച്ചുകൊണ്ട് പ്രതിപക്ഷത്ത് കഴിഞ്ഞ 7 വർഷമായി പ്രതിപക്ഷത്ത് തുടരുന്ന ഒരു പാർട്ടിയിലേക്ക് ചെല്ലുക എന്താകും ലക്ഷ്യം? അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും ഒരു സീറ്റ് സന്ദീപ് വാര്യർക്കായി കോൺഗ്രസ് മാറ്റിവെക്കുമോ? അങ്ങനെയുണ്ടെങ്കിൽ ഇതിനിടയിൽ ആ ഒറ്റ പാലമായി നിന്നത് ആരായിരിക്കും? അത് എങ്ങനെയായിരിക്കും ഈ ഓപ്പറേഷൻ? അത് വരും ദിവസങ്ങളിൽ വ്യക്തമാകേണ്ടതാണ്. സാധാരണഗതിയിൽ കോൺഗ്രസിൽ ഉണ്ടാകുന്ന തർക്കങ്ങളൊന്നും ഇല്ലാതെ തന്നെ സന്ദീപിനെ ഇരു കൈയും നീട്ടി സ്വീകരിച്ച സ്ഥിതിക്ക് വെറും ഒരു അംഗമായി മാത്രം ഒതുക്കാൻ നേതാക്കൾ തയ്യാറാകില്ല. അതിനനുസരിച്ചിട്ടുള്ള കസേരയൊക്കെ ഇട്ടുകൊടുക്കും. സുരേന്ദ്രൻ കളിയാക്കിയതുപോലെ കരം എന്നും പിടിച്ചു തന്നെ ഇരിക്കട്ടെ, എല്ലാ സ്ഥാനമാനങ്ങളും കിട്ടട്ടെ എന്നൊക്കെ പറഞ്ഞതുപോലെ സുരേന്ദ്രനൊരു മറുപടി ആയിട്ടെങ്കിലും ഒരു നല്ല പൊസിഷൻ സന്ദീപ് വാര്യർക്ക് കോൺഗ്രസിൽ ഉറപ്പിക്കാം. എന്തായാലും പാലക്കാട്ടെ ഈ ട്വിസ്റ്റ് അതൊരു ഒന്നൊന്നര ട്വിസ്റ്റ് ആയിരുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ. NTV UAE to the world.